ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോഴും വന്നപ്പോഴത്തേന് ജോനങ്ങളെ ഇങ്ങനെ ഓർത്തുപോയി. പെട്ടെന്ന് ഒരു പാസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററിന് സർജറിയുടെ മുമ്പ് പ്രാർത്ഥിച്ച പാസ്റ്ററിനെ വിട്ട് അന്ന് ഞാൻ ജോനങ്ങളുടെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴത്തേന് എന്തില്ലാത്തൊരു സ്നേഹം ജോനങ്ങളുടെ മേലുണ്ടായിരുന്നു. ഞാൻ അത് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ജോനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, അങ്കിളെ സർജറിക്ക് പോകുമ്പോഴത്തേനെ തിരിച്ച് വരണേന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊല്ലത്ത് 72 hours ഒരു പ്രെയർ ഉണ്ടായിരുന്നു. ആ പ്രെയറിന് പോയി. അന്ന് രാത്രിയില് എന്നോട് ഇങ്ങനെ പരിശുദ്ധാത്മ ഇങ്ങനെ പറഞ്ഞു, ജോനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തില്ല. ഞാനെന്നെ ഓർത്തു സാധാരണ അതുപോലെ ഒരു സർജറി അല്ലേ, അതിനു വേണ്ടിയൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കാൻ. പക്ഷെ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് തിരിച്ച് ഞാൻ വന്നപ്പോഴത്തേന് രാത്രി മാത്യു ഫാസ്റ്റിങ്ങിനെ വെച്ച് പറയുന്നത് പപ്പ സീരിയസ്. അപ്പൊ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു പപ്പ എടുക്കുന്നു. അത് 3 മണിയാണ്. ഞാൻ ആ സമയം ഇപ്പോഴും ഓർക്കുന്നു. ഞാനത് ഓർത്തില്ല മാസ്റ്റർ എടുക്കുന്നു. അപ്പോഴാ ഇങ്ങനെ പറഞ്ഞ് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ജോൺ അങ്കിൾ എത്രയും പെട്ടെന്ന് പോകുന്നത് ഞാൻ ഓർത്തില്ല. കാരണം അങ്കിൾ ആ വാർഡില് എന്താ പറയുന്ന ഭയങ്കര ഹെൽപ്പായിരുന്നു. ഒരു രോഗിയേക്കാളും കൂടുതൽ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുന്ന അങ്കിള്. പിന്നെ അറിയത്തില്ല, എന്റെ പേര് അജി എന്നാ പേര്. മറിയാമ്മനെ വിളിക്കുന്ന മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. വീട് കോട്ടയം പുതുപ്പള്ളി. ഞാൻ മാത്രമാണ് വിശ്വാസത്തില്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്ന അത്ര എനിക്ക് യോഗ്യത പോലും ഇല്ല. കാരണം ഞാൻ ഒരു സമയത്ത് ബെന്തിക്കോസ് എനിക്ക് ഇഷ്ടമില്ല. എന്റെ അമ്മാമ്മമാർ എന്നെ വന്ന് എപ്പോഴും പറയാറുണ്ട്, എടി മോളെ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, വിശ്വാസി വരണം. എനിക്ക് ബെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സഭയായിരുന്നു. പക്ഷെ അവിടുന്ന് എന്നെ നാട്ടിൽ നിന്ന് തന്നെ കർത്താവ് എടുത്തു ലണ്ടനിൽ കൊണ്ടുപോയി. ഞാൻ ലണ്ടനിൽ എത്തിയതിന്റെ 2ാമത്തെ ദിവസം പപ്പ എടുക്കപ്പെട്ടു. എനിക്ക് എന്റെ കാലിൽ നിന്ന് അറിയത്തിൽ എന്ത് ചെയ്യണം. അന്ന് എനിക്ക് ജോലി ആയിട്ടില്ല. ലണ്ടനിൽ നമ്മളെല്ലാവരും പറയാ എബ്രോഡ് പോയി. പക്ഷെ അവിടെ പോയി ഒരു ജോലി കിട്ടുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് എനിക്കൊന്നും ആയിട്ട് പോലും ഇല്ലായിരുന്നു. എന്റെ അറിയത്തില്ല. പക്ഷെ കർത്താവ് എനിക്ക് വേണ്ടി അവിടെ കരുതി, ഒരു ഫാമിലിയെ കരുതി. അവര് വിശ്വാസത്തിലായിരുന്നു. ആ അമ്മാമ്മ എപ്പോഴും എന്നെ എടിമോൾ നീ വാ, വിശ്വാസി വാ, ചർച്ചിൽ വാ എപ്പോഴും വിളിക്കുമായിരുന്നു. പക്ഷെ ആന്റി ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വിടും. കാരണം എനിക്ക് ബെന്തിക്കോസ് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് പപ്പ എടുക്കപ്പെട്ടപ്പോഴത്തേന് ആ സഭയിലെ എല്ലാവരും വന്നു. അന്ന് മുമ്പ് തന്നെ എനിക്ക് കർത്താവ് ഒരു വചനം അന്ന് മുമ്പ് പരിശുദ്ധാത്മ എന്നോട് സംസാരിച്ചായിരുന്നു പപ്പ എടുക്കുമെന്ന്. ഇങ്ങനെ പപ്പ മരിക്കുമെന്ന് എനിക്ക് പരിശുദ്ധാത്മ പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ സ്വരം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് പപ്പ എടുക്കപ്പെട്ടത്. പിന്നെ എല്ലാവരും വന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് എന്ത് ചെയ്യണമെന്ന്. ഞാൻ സഭയിൽ പോയി എല്ലാരെയും കണ്ടു. എല്ലാരും ആത്മാവിൽ പ്രാർത്ഥിക്കുക. അന്ന് ഞാൻ ഈ വിശ്വാസം എന്താ, ബന്ധുക്ക സഭ എന്താ ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. നീ സ്ഥാനപ്പെടാൻ എനിക്കൊരു കോളിംഗ് ഉണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ തന്നെ എടുത്ത തീരുമാനം നവംബർ ഈ വരുന്ന മാസം 26 ആകുമ്പോഴത്തേന് 15 വർഷമാവും. അതിനകത്ത് എനിക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി വന്നു. അപ്പം തന്നെ എനിക്ക് ജോലിയിൽ തന്നെ ലണ്ടനിൽ നിന്ന സമയത്ത് തന്നെ എനിക്ക് ജോലിയിൽ ഒത്തിരി സ്ട്രഗ്ലിംഗ് വന്നു. എന്റെ പേര് കേസായി, രജിസ്റ്ററായി, ഞാൻ ജയിലിൽ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ അവിടെ നിന്നെല്ലാം പരിശുദ്ധാത്മ യേശുപ്പച്ചൻ എന്നെ ഒരു മുടി എന്നെ ഒന്നും പറ്റാതെ തന്നെ അവിടെ നിന്ന് ഇറക്കി ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. വിശ്വാസം ഒറ്റയ്ക്കായിരുന്നു. ഒത്തിരി അമ്മ എപ്പോഴും പപ്പ പോയി. പിന്നെ ഞാൻ ആ വീട്ടിൽ ഒറ്റയ്ക്കായി. പപ്പ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കടഭാരം ഉണ്ടായിരുന്നു. അമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞാൻ സഭയിൽ പോവും, അനോയിന്റിങ് ആയിട്ട് വരും. പക്ഷെ അതെല്ലാം അവിടെ തകർക്കപ്പെടും. അങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോ മെഡിക്കൽ കോളേജിൽ വർക്ക് കിട്ടിയത് അതൊരു ഭയങ്കര അത്ഭുതമാണ്. ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേന് എനിക്ക് ഇന്റർവ്യൂവില് എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേന് ആ സാർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും പറയാം, ഞാൻ സീറോ ആയിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത്ഭുതമായിട്ട് കർത്താവ് എനിക്ക് മെഡിക്കൽ കോളേജിൽ ജോലി തന്നു. ഞാൻ കർത്താവ് നിർത്തി. അവിടെ നിന്ന് 10ാമത്തെ വർഷമാണ്. ഒത്തിരി പ്രതിസന്ധി വന്നു. വീട്ടിലാണേലും കടഭാരങ്ങൾ വന്നു.
ഞാൻ അബ്രോഡ് പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് എല്ലാവരും തലേ കൈവച്ച് പറയും അബ്രോഡ് പോകുന്നു. പക്ഷെ അബ്രോഡ് പോകുന്ന സമയത്ത് കർത്താവിനെ പണിയുമായിരുന്നു. ഞാൻ എന്റെ ബുദ്ധിയിൽ നടന്നപ്പോഴത്തേന് എന്റെ കയ്യിൽ ഒത്തിരി ഫൈനാൻസ് വേസ്റ്റ് ആയി, ഇഷ്യൂ പോയി. പക്ഷെ അവിടെ നിന്നെല്ലാം നിർത്തി. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇപ്പോഴും പറയുന്നു, നിന്നെ ഞാൻ എല്ലാം മാറ്റിത്തരും, എന്റെ സ്ഥിതികളെ മാറ്റും, എല്ലാം മാറ്റും. വീട്ടിലാണെങ്കിലും ഇപ്പം ഞാൻ കുറച്ചൊക്കെ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു. അമ്മ ഈ ദേഷ്യപ്പെടുന്നതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്നു. ഹോസ്റ്റലായപ്പോഴത്തേന് കർത്താവ് അവിടെ തന്നെ പണിതു. വീട്ടിൽ വന്നപ്പോഴത്തേന് അമ്മയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം കുറച്ചൊക്കെ അമ്മ അനുകൂലമായിട്ടുണ്ട്. ഇപ്പൊ എവിടെ പോയാലും ഞാൻ പറയും അമ്മ ഇങ്ങനെ പോവാന്ന്. പക്ഷെ അമ്മ എന്തെങ്കിലും ഒന്നും പറയില്ല. പ്രാർത്ഥനയ്ക്ക് പോവാണെങ്കിലും പറഞ്ഞാലും ഇപ്പൊ അമ്മ പൊക്കോ, സമയമാകുമ്പോഴത്തേനും തിരിച്ചു വന്നാൽ മതി എന്ന് മാത്രം പറയും. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോഴും അമ്മയോട് പറയുമ്പോഴത്തേക്കും അമ്മ പറയും ഇല്ല ഞാൻ വരത്തില്ല എന്നൊക്കെ. പക്ഷെ കർത്താവിന്റെ ഒരു വാക്കത്തുണ്ട് എന്റെ കുടുംബം എല്ലാവരും വരുമെന്ന്. പിന്നെ മെഡിക്കൽ കോളേജിലെ പാസ്റ്റർ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഒരു കർത്താവ് ഞാൻ അറിഞ്ഞ പോലെ എന്റെ ജീവിതത്തില് യേശുപ്പച്ചനെ അറിഞ്ഞ പോലെ എല്ലാവരും അറിയണം, കർത്താവിന്റെ സ്നേഹം അറിയണം. അതുകൊണ്ട് ഞാൻ ഒത്തുന്ന പോലെ ഒത്തിരി എല്ലാവരും ഞാൻ പറയും. പിന്നെ ഈ സ്ഥലമായിട്ട് ബന്ധമെന്ന് പറഞ്ഞ കിഷോർ ഞാൻ ഫിസിയോതെറപ്പിയിൽ ഫിസിയോതെറപ്പി വർക്ക് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് ഞാൻ കിഷോറിനെ പരിചയപ്പെട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പാസിനെ പരിചയപ്പെട്ടു. അതുകൊണ്ട് ഈ സ്ഥലമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ബന്ധമുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഞാൻ ഒന്ന് ആഗ്രഹമുണ്ട് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പൊ എന്റെ ഒരു വെയിറ്റിംഗ് സീസണാ. അപ്പൊ ഞാൻ എപ്പോഴും പറയും നീ വെയിറ്റ് ചെയ്യേ. അപ്പൊ ഞാനിപ്പൊ അതുകൊണ്ട് ഒന്നും പറയത്തില്ല. ആകുന്ന പോലെ വചനം വായിക്കുന്നു, ബലപ്പെടുന്നു, ആൾക്കാരോട് സുവിശേഷം പറയുന്നു. ഞാനത് വന്നില്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടം. ചുമ്മാ അവിടെ സന്തോഷമാണ് എനിക്ക് ആ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത് എല്ലാവരുമായിട്ട്. കാരണം അവരൊരു എന്താ പറയുക ട്രോമാറ്റിക് നിങ്ങൾക്ക് അറിയത്തില്ല, എല്ലാവരും ഈ സ്പൈൻ വോളിയും താഴെ വീണ സ്പൈൻ ഇഞ്ചുറി ഒക്കെ ആയിട്ട് ജീവിതം നിരാശപ്പെട്ട പോയപ്പോ അതിനിടയ്ക്ക് ഞാൻ അവരോട് ഇങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ കർത്താവ് നിർത്തുന്നു, അത് മാത്രം പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. കർത്താവിന്റെ സ്നേഹം, കൃപ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. എന്റെ മെടുക്കോ കാരണം ഞാൻ ഒരു ദിവസം ഒന്നുപോലും ആഗ്രഹിച്ചില്ല. എനിക്ക് ഈ ബന്ധുക്കോസി വരും, ഇങ്ങനെയൊക്കെ നിർത്തും, സ്നേഹിക്കും. ചില ദിവസങ്ങൾക്ക് വിഷമിച്ചു പോകും, ഒറ്റയ്ക്കാണല്ലോ. പക്ഷെ പശുദ്ധാത്മാവ് ഇല്ലാത്തൊരു സ്നേഹം എന്നെ മാറിപ്പോയും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷമാവും. ഞാൻ പിന്നെ ചാടി എണീറ്റ് പിന്നെ ആ കർത്താവ് ഒത്തിരി വഴക്കുണ്ടാക്കും. ചില കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് ഒത്തിരി വഴക്കുണ്ടാക്കും. എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി വഴക്കുണ്ടാക്കും, കരയും അന്നേരം. പക്ഷെ അപ്പോഴൊക്കെ പറഞ്ഞു ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെ ഞാൻ നടക്കും, ഇനി ഞാൻ നിർത്തും, ഇനി ഞാൻ സ്നേഹിക്കും. നിന്നെ കർത്താവ് എന്തിനെന്നെ വിളിച്ചിരിക്കുന്നേ അതിനുവേണ്ടി എന്നെ പൂർത്തീകരിക്കും. അപ്പൊ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളും പ്രാർത്ഥിക്കണം. പിന്നെ ഇത്രേ ഉള്ളൂ. ശരിക്കും ഞാൻ ഇവിടെ പാസ്റ്ററിനെ എപ്പോഴും വിളിക്കാറുണ്ട്, ഇവിടെ വരണം, ഈ ചർച്ച് വരണം. ഞാൻ എപ്പോഴും മുടക്ക് പറയും. പക്ഷെ ഇന്ന് എനിക്ക് നൈറ്റ് കഴിഞ്ഞിട്ട് ഒരു ഓഫ് കിട്ടി. അപ്പം ഇവരെയും കൂടെ വിളിച്ചു കഴിഞ്ഞ് വന്നു. പക്ഷെ സന്തോഷമാണ് ചർച്ച് വരണം. എപ്പോഴും ഇനി വരാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേന് ജോണിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ ഇപ്പോഴൊന്നും പോകേണ്ട ഒരാളല്ല. അതൊരു അത്രേ ഉള്ളൂ. എന്റെ ഒന്നുമില്ല. എന്നെ എപ്പോഴേലും ഓർക്കത്തില്ല. നിങ്ങൾക്ക് ഒത്തിരി വിഷയങ്ങളുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അല്ല എപ്പോഴേലും ഓർക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കുക, അത് മാത്രം. ഇനി പിന്നെ വരാം, അത്രേ ഉള്ളൂ. താങ്ക് യു പാസ്റ്റർ, എനിക്ക് ചാൻസ് സാക്ഷി തന്നേന്ന് പാസ്റ്ററിനെ